ഇന്ന് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ടൗൺ. അപ്പോൾ കക്കാട്ടുകട, കാഞ്ചിയാർ എന്നൊക്കെ പറയും. ഞാനെന്നും മാങ്ങ പെറുക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ മാവിൻ്റെ ചോട്ടിൽ നിന്നാണ് കേട്ടോ. ഈ റോഡിലൊക്കെ ഇഷ്ടംപോലെ കിടക്കാറുണ്ട്. ഇന്നിപ്പോൾ എന്തോ പിള്ളേരൊക്കെ പെറുക്കിക്കൊണ്ട് പോയതാന്ന് തോന്നുന്നേ. അങ്ങനെ ഇതാ നടന്നു വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു തോട് പോലത്തെ ഒരു സംഭവമുണ്ട്. ഇവിടെ നമ്മൾ ആറ് എന്നാണ് പറയാറ്. അപ്പോൾ എന്താ അതിനോട് ചേർന്ന് തന്നെ ഒരു കുറേ മുളങ്കൂട്ടം നിൽപ്പുണ്ടേ. അതിലാണെങ്കിൽ കുറേ കിളികളിരുന്ന് ചിലയ്ക്കുന്നുണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. മൊത്തത്തിൽ 3 കയറ്റം കയറണം കേട്ടോ വീടിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആദ്യത്തെ കയറ്റം തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് കുറച്ച് ലോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ വലിയ മടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ അത് വിജയകരമായി പൂർത്തിയാക്കിയിട്ട് നമ്മളിതാ അടുത്ത കയറ്റത്തിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, നിരപ്പില്ല, മൊത്തത്തിൽ കയറ്റവും ഇറക്കവും മാത്രമേ ഉള്ളെന്ന്. പക്ഷെ അതൊരു ഭംഗിയാണ് കേട്ടോ. നല്ലൊരു എക്സസൈസും കൂടിയാണ് കേട്ടോ. എന്നും രാവിലെയും വൈകിട്ടുമുള്ള ഈ പോക്ക്. രണ്ടാമത്തെ കയറ്റത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ദുരൂഹത തോന്നുന്നത് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രശ്നമല്ലോ ആയിരിക്കും കേട്ടോ. ഇത്രയൊരു ഭീകരത എനിക്ക് തോന്നാറില്ല ശരിക്കും നടന്നു പോകുമ്പോഴേ. വലിയ മടുപ്പൊന്നുമില്ല, വെയിലും ഇല്ല, നല്ല സുഖം. പിന്നെ വഴിക്കൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. മഴ ഉണ്ടായിരുന്ന സമയത്ത് ഇതിനൊക്കെ നിറച്ച് വെള്ളം വന്നുകൊണ്ടിരുന്നതാണ്. നല്ല രസമാണ് കേട്ടോ. ശുദ്ധജലമാണ് അതിൽ നിന്നൊക്കെ വരുന്നത്. ഇതൊക്കെ ഓരോരോ വീടുകളിലേക്കുള്ള വഴികളാണ്. എങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഒരു ആശ്വാസമാണ് കേട്ടോ. ഇനി വീട്ടിലേക്ക് കുറച്ച് ദൂരമുള്ളല്ലോ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കയറ്റത്തിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. ഈ ഇരയെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ചെറുതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത്. അമ്മ ഏതോ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടതാണ്. ഈ മരം കണ്ടോ, അതിൽ നിറച്ച് തേനീച്ച കൂട് കൂട്ടിയിട്ടുണ്ടേ. നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ടേ. ഞാൻ സൂം ചെയ്ത് കാണിച്ച് നോക്കാം. എത്രത്തോളം നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്രദേശം കാണാൻ വേണ്ടിയിട്ട്. ഇന്നിതാ പതിവിലും വിപരീതമായിട്ട് കുരങ്ങന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. ചക്കയുടെ സീസണല്ലേ. അപ്പോൾ നല്ല ചക്കയുടെ മണമാണ് കേട്ടോ. ഇവന്മാർ മാന്തി തിന്നുമല്ലേ, നല്ല ചുളയാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ ലാസ്റ്റ് കയറ്റത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭീകരത തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുമെന്ന്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഡിസ്റ്റൻസിലാണ് ഓരോ ആൾക്കാരും താമസിക്കുന്നത് എന്നൊരു ഇതേ ഉള്ളേ. പിന്നെന്താ, ഇതൊക്കെ ഓരോ ആൾക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ് കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തേക്കുള്ള അടുത്ത കയറ്റവും കയറി. ഇന്ന് വഴിയിൽ അമ്മച്ചീനെ എങ്ങും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ കൊച്ച് എൻ്റെ കയ്യിൽ മുട്ടായി ഉണ്ടോയെന്ന് തപ്പിത്തെറിയുന്നതാണേ കണ്ടത്. അങ്ങനെ ചോറ് റെഡിയായി. ചിരങ്ങ താളിച്ചതും മീൻ വറുത്തതും വഴുതനങ്ങ മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ ഇന്നത്തെ വിഭവം.